എന്താ എന്താ ഇവിടെ ഉണ്ടായേ? എന്തിനാ ദേവി നീ കരയുന്നേ? എന്താ പ്രശ്നം? ഞാൻ അടുക്കളയിൽ നിന്നപ്പോ ഇവിടെ പുറത്ത് ബഹളമൊക്കെ കേട്ടല്ലോ. എന്താ മുത്തച്ഛ, എന്താ പ്രശ്നം? എന്തിനാ ദേവിക കരയുന്നേ? അമ്മേ, എന്താ ഇവിടെ ഉണ്ടായേ? ഇവളെന്തിനാ കരയുന്നേ? ആ ഭദ്രൻ, ആ പരമദുഷ്ടൻ അവനോട് വന്നിരുന്നു. എന്നിട്ട് അവൻ ഇവിടെ വല്ലതും ചെയ്തോ? അങ്ങനെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ഉപദ്രവിച്ചില്ലേ? നിന്റെ കണ്ണത് അമാനത്തായിരുന്നു. അവനവളുടെ കൈ കീറി പിടിച്ചു. ഓരോന്നും പറഞ്ഞ് ഇവളെ വിഷമിപ്പിച്ചു. ചോദിക്കാൻ ചെന്ന് എന്നെ അവൻ പിടിച്ച തള്ളി. അയ്യോ ദൈവമേ! അയ്യോ ദൈവമേ, ഇത്രയൊക്കെ ഇവിടെ നടന്നു. എന്നിട്ട് അവൻ പോയോ? ആ നാശം പിടിച്ചവൻ പോയി. മോളെ ദേവികെ, കരയാതെ പോട്ടെ. മോളെ, നീ ഒന്ന് സമാധാനിക്കും. അവൻ തിരിച്ചു വരുമെന്ന് കരുതിയതേയില്ല. അവനെ വീട് കണ്ടുപിടിച്ചെത്തിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? അല്ല, ഇപ്പൊ ഇങ്ങനെ കരയാനും മാത്രം എന്താ സംഭവിച്ചേ? കാര്യം അവൻ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കിയെങ്കിലും പറഞ്ഞിട്ട് പോയത് നല്ല കാര്യം തന്നെയാ. എന്ത് നല്ല കാര്യം? അല്ല, ദേവികയ്ക്ക് ഇത്രയും പ്രായമായില്ലേ? എന്തായാലും ഒരു കല്യാണം വേണം. അവനാണെങ്കിൽ കൈ നിറയെ കാശും ഇട്ട് മൂടാനുള്ള സ്വത്തുക്കളും ഉള്ള ചെക്കനാ. ഇവളെ ആണെങ്കിൽ അവന് ജീവനുവാ. പിന്നെ കല്യാണത്തിന് സമ്മതിച്ചാ എന്താ കുഴപ്പം? കല്യാണം കഴിഞ്ഞാ പിന്നെ അവന്റെ ഈ മുരട്ട് സ്വഭാവമൊക്കെ മാറിക്കോളും. അവൻ ഇവളെ പൊന്നുപോലെ നോക്കിക്കോളും. അതൊരു കാലത്ത് നടക്കില്ല. അതിനു മുമ്പ് ഞാൻ മരിക്കും. മോളെ ദേവിയെ, എന്തോ അമ്മേ? നീ എന്ത് വർത്തമാനമായി പറയുന്നത്? ഞാൻ എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയാ പറഞ്ഞേ. ചേച്ചി, ഇതൊന്നും കണ്ടും കേട്ടും ചേച്ചി വിഷമിക്കണ്ട. തലയ്ക്ക് മുകളിൽ വെള്ളം കേറിയ അതിന്റെ മുകളിൽ വഞ്ചി ഓടിച്ച് കളിക്കണം. ചേച്ചി ധൈര്യമായിട്ടിരിക്കും. ഇവിടെ ചേച്ചിയോടൊപ്പം ഞാനും ഋഷേട്ടനും ഉണ്ട്. ദേവിക എന്റെ പെണ്ണാണ്. വിഷമം ഇനിയും അറിയില്ല അല്ലേ?
മുത്തശ്ശ, അതൊക്കെ ഓർത്തുകൊണ്ടിരുന്ന സങ്കടം ഒരിക്കലും മാറില്ല. അതുകൊണ്ട് മോളതൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് മുത്തശ്ശ, അത് വിട്ടുകളാ. അവൻ ചെയ്ത പാപത്തിലെ ശിക്ഷ അവന് ദൈവം കൊടുത്തോളൂ. എന്തായാലും എനിക്ക് ആപത്തൊന്നും പറ്റിയില്ലല്ലോ. അവൻ പറഞ്ഞതൊന്നും മോള് കാര്യമാക്കണ്ട. മുത്തശ്ശൻ ജീവനോടെ ഇരിക്കുമ്പോ അവൻ ഒരിക്കലും മോളുടെ കഴുത്തിൽ താലി കെട്ടില്ല. അതിന് മുത്തശ്ശൻ അനുവദിക്കില്ല. മുത്തശ്ശ, നാളെ ഇവിടുത്തെ ദേവീക്ഷേത്രത്തിൽ വിശേഷാൽ പൂജയാണ്. മോള് നാളെ അമ്മയുടെ നടയിൽ ചെന്ന് നിന്ന് തൊഴുത് പ്രാർത്ഥിക്കണം. മനസ്സമാധാനം കിട്ടും. ഒരു വഴി ദേവി കാണിച്ചു തരും.